തിരുവനന്തപുരത്ത് വഞ്ചിയൂരിൽ യുവതിക്ക് നേരെ ഒരു വെടിവയ്പുണ്ടായ സംഭവമുണ്ടായി. ഒരു സ്ത്രീയാണ് എത്തിയത് എന്ന് സംശയിക്കുന്നു. എയർഗൺ ഉപയോഗിച്ചാണ് വെടിയുതിർത്തത്. കൈക്കാണ് യുവതിക്ക് പരിക്കേറ്റത്. അവർ ചികിത്സയും തുടർന്നിട്ടുണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് ഉള്ള കാര്യങ്ങൾ അത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇനി ഒരു വ്യക്തമാക്കലുകൾ ഉണ്ടാകും. എന്തായാലും സ്ത്രീ എന്നത് ആ കുടുംബത്തിന്റെ ഒരു സംശയമാണ്. ഇന്നലെ ഈ പരിക്കേറ്റ യുവതിയുടെ കുടുംബം പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ഒരു സംശയം ആ നിലയ്ക്കാണ് എന്നത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം സംഭവ സ്ഥലത്തെത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ സംഭവത്തിൽ പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് പോലീസ്. യുവതി എത്തിയത് വ്യാജ നമ്പർ പ്ലേറ്റുള്ള കാറിലാണെന്ന് ഇന്നലെ വ്യക്തമായിരുന്നു. കാറിൽ മറ്റൊരാൾ കൂടി ഉണ്ട് എന്നായിരുന്നു പോലീസിന്റെ സംശയം. വെടിയേറ്റ് ഷിനിയുടെ മൊഴിയിൽ നിന്ന് അക്രമിയിലേക്ക് എത്താനുള്ള ഒരു വിവരവും ലഭിച്ചിട്ടില്ല. വീട്ടിലെ കോളിംഗ് ബെൽ സ്വിച്ചിൽ നിന്ന് അക്രമിയുടെ വിരൽ അടയാളം ലഭിച്ചിട്ടുണ്ട്. വിജിൻ വായാന്തോടി വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് വിജിൻ. ഗുഡ് മോർണിംഗ് കാവ്യ. ഏതെങ്കിലും നിലയ്ക്ക് ഷിനിയെ പരിചയമുള്ള അല്ലെങ്കിൽ ഷിനിക്ക് പരിചയമുള്ള ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? അതിന് ഷിനിയുടെ മൊഴി ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു. പക്ഷേ ഒരു തുമ്പും നിലവിൽ പോലീസിന് ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ ഏത് നിലയ്ക്ക് പുരോഗമിക്കുന്നു? കാവ്യ, ഇതിലെ ദുരൂഹത കൃത്യമായി കണ്ടെത്താൻ നിലവിൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഷിനിയുടെ മൊഴിയായിരുന്നു ഏറ്റവും പ്രധാനമായി പ്രതിയിലേക്ക് എത്താനും എന്താണ് ഇതിൻ്റെ മോട്ടീവ് എന്ന് കണ്ടെത്താനുമൊക്കെ പോലീസിന് സഹായകരമാകേണ്ടിയിരുന്നത്. പക്ഷേ ഷിനിയുടെ മൊഴിയിൽ നിന്ന് അത്തരത്തിൽ തനിക്ക് ഇങ്ങനെയൊരു കൃത്യത്തിലേക്കൊക്കെ കടക്കാൻ സാധ്യതയുള്ള നിലയിലുള്ള വൈരാഗ്യമുള്ള ആളുകൾ ആരും ഇല്ല എന്നാണ് ഷിനി തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. പിന്നീടുള്ള ഒരു കണ്ടെത്താനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് അത് CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുക എന്നുള്ളതായിരുന്നു. ഇന്നലെ രാവിലെ ഏകദേശം 8:17-നും 8:30-നും ഇടയിലാണ് ഈ കൃത്യം നടക്കുന്നതും അതിനുശേഷം പ്രതി രക്ഷപ്പെടുകയും ചെയ്യുന്നത്. മുഖം മറച്ച നിലയിൽ, അതായത് ഈ ഒരു ടീഷർട്ടിൻ്റെ തൊപ്പി പോലുള്ള ഒരു ഭാഗം ഉപയോഗിച്ച് മുഖം മറയ്ക്കുകയും ഒപ്പം തന്നെ മുഖത്ത് മറ്റൊരു തുണി കൊണ്ട് മൂടുകയും ഒക്കെ ചെയ്ത നിലയിലായിരുന്നു അക്രമി എത്തിയത്. പാർസൽ നൽകാൻ എന്ന പേരിൽ വന്ന് കോളിംഗ് ബെൽ അടിക്കുകയും ഒപ്പം തന്നെ ബന്ധുക്കൾ, അതായത് ഭർത്താവിൻ്റെ അച്ഛൻ, ഷിനിയുടെ ഭർത്താവിൻ്റെ അച്ഛൻ എത്തി കൊറിയർ കൈപ്പറ്റാൻ ശ്രമിച്ചപ്പോൾ ഇത് രജിസ്റ്റേർഡ് കൊറിയറാണ്, അതുകൊണ്ട് തന്നെ ഷിനി തന്നെ നേരിട്ടെത്തി കൈപ്പറ്റണം എന്ന് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്ത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഷിനി പുറത്തേക്ക് എത്തുന്നത്. അതിനുശേഷം ഒപ്പിട്ട് വാങ്ങിക്കാൻ പെന്നില്ല എന്ന് പറഞ്ഞ് അച്ഛനെ അകത്തേക്ക് പെന്നെടുക്കാനായി പറഞ്ഞുവിട്ട ശേഷമാണ് ഈ കൃത്യം നടത്തുന്നത്. 3 തവണയാണ് ഈ എയർഗൺ ഉപയോഗിച്ച് വെടിയുതിർത്ത്. അത് 2 തവണ ഷിനിയുടെ ശരീരത്തിൽ ഏറ്റില്ല. 3ാമത്തെ തവണ ഷിനി ഈ തോക്ക് പിടിച്ച് വാങ്ങാൻ ശ്രമിക്കുന്നതിനിടയിലാണ് കയ്യിൽ വെടിയേൽക്കുന്നത്. ഈ എയർഗൺ എന്ന് പറയുന്നത് വലിയ തരത്തിലുള്ള മാരകമായിട്ടുള്ള അപകടമൊന്നും ഉണ്ടാക്കില്ല എങ്കിലും പക്ഷേ ഒരു പോയിന്റ് ബ്ലാങ്കിൽ നിൽക്കുന്ന ഒരവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഷിനിയും ഈ അക്രമിയും തമ്മിലുള്ള ദൂരം വളരെ അടുത്തായിരുന്നു. തലയ്ക്ക് നേരെയാണ് വെടിയുതിർക്കാനുള്ള ശ്രമം നടക്കുകയും ചെയ്തത്. അങ്ങനെയെങ്കിൽ കൃത്യമായ പ്ലാനിങ്ങോടെയുള്ള ഒരു അക്രമം എന്ന് തന്നെ വേണം ഇതിനെ കാണാൻ. കാരണം ഈ വാഹനത്തിൽ എത്തുന്നു, 50 മീറ്റർ അപ്പുറത്തുള്ള ഒരു ഫ്ലാറ്റിനോട് ചേർന്ന ഭാഗത്ത് ഒരു വളവിൽ കാർ നിർത്തി വയ്ക്കുന്നു. തുടർന്ന് കൊറിയർ നൽകാൻ എന്ന പേരിൽ ഈ വീട്ടിലേക്ക് എത്തുന്നു. തൊട്ടടുത്ത് നിന്ന് ഈ വെടിയുതിർക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മാരകമായി പരിക്കേൽപ്പിക്കുക അല്ലെങ്കിൽ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ കൃത്യം നടത്തിയ പ്രതി എത്തിയത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പോലീസ് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ആദ്യഘട്ട അന്വേഷണം നടത്തിയിരുന്നു. തൊട്ടടുത്തൊരു ഫ്ലാറ്റിലാണ് ഈ CCTV ഉള്ളത്. മറ്റ് അടുത്ത വീടുകളിൽ ഒന്നും CCTV ദൃശ്യങ്ങളോ CCTV ക്യാമറകളോ ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു CCTV ദൃശ്യം കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം നടത്തിയപ്പോഴാണ് ആഴ്ചകൾക്ക് മുമ്പ് മാത്രം കോഴിക്കോട് സ്വദേശിക്ക് വിറ്റ ഒരു കാറിൻ്റെ നമ്പർ ആണ് ഈ നിലവിൽ ഈ അക്രമി എത്തിയ നമ്പർ പ്ലേറ്റായി ഉപയോഗിച്ചത് എന്നാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ കൃത്യം നടത്തിയതിന് പിന്നിൽ കൃത്യമായ ഗൂഢാലോചന ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാറിൽ മറ്റാരോ ഒരാൾ കൂടി ഉണ്ടായിരുന്നു എന്ന കാര്യവും പോലീസ് സംശയിക്കുന്നുണ്ട്. ഇങ്ങനെ ഈ 8:30 സമയം ആയതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് നിരവധി ആളുകൾ വന്നു പോകുകയും അതുവഴി യാത്ര ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം അത് വളരെ കൂടുതലായിട്ടുള്ള ഫോൺ ഉപയോഗം നടന്ന ഒരു സമയം കൂടി ആയതുകൊണ്ട് തന്നെ അതിൽ നിന്ന് പ്രതിയിലേക്ക് എത്തണമെങ്കിൽ ശാസ്ത്രീയമായ വളരെ വൈദഗ്ധ്യമുള്ള പരിശോധന തന്നെ നടത്തേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട്. അങ്ങനെ മൊത്തത്തിൽ
മൊത്തത്തിൽ കുഴക്കുന്നത് ഇത്തരം കാര്യങ്ങളാണ്. ബന്ധുക്കളിൽ നിന്നോ അതുപോലെ തന്നെ ഷിനിയിൽ നിന്നോ നിലവിൽ ശേഖരിച്ച മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഒരു തരത്തിലും പ്രതിയിലേക്ക് എത്താൻ നിലവിൽ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ പോലീസ് കൃത്യമായി സംശയിക്കുന്നത് വ്യക്തിവൈരാഗ്യം തന്നെ ആയിരിക്കും ഇത്തരത്തിലൊരു അക്രമത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ്. അത് ഷിനിയോടുള്ള വ്യക്തിവൈരാഗ്യമാണോ അല്ലെങ്കിൽ ഭർത്താവിനോടുള്ള വ്യക്തിവൈരാഗ്യമാണോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെയുള്ള അന്വേഷണമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ ഊർജിതമായ അന്വേഷണം തന്നെ നടക്കുന്നു. പട്ടാപ്പകൽ രാവിലെ 8:30 നഗരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്താണ് ഇത്തരത്തിൽ ഒരു തോക്ക് വെടിവെപ്പ് എന്നുള്ള നിലയിലുള്ള ഒരു അക്രമം നടക്കുന്നത് എന്നുള്ളത് വളരെ ഗൗരവത്തോടെയാണ് പോലീസ് കാണുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ പ്രതിയിലേക്ക് എത്താനുള്ള ഊർജിതമായ അന്വേഷണം നടക്കുന്നു. ഫോൺ നമ്പർ കേന്ദ്രീകരിച്ചുള്ള പ്രധാനമായുള്ള അന്വേഷണമാണ് നിലവിൽ നടക്കുന്നത്. ഒപ്പം തന്നെ CCTV തൊട്ട് അടുത്ത വഴികളിൽ ഒക്കെയുള്ള CCTV ദൃശ്യങ്ങൾ കൂടി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തുന്നു. ഷിനിയുടെ ഫോൺ രേഖകൾ ഉൾപ്പെടെ പരിശോധിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാവ്യ. ശരി വിജിൻ, വിശദമായ കാര്യങ്ങൾ ഇതുവരെയുള്ള അന്വേഷണം അല്ലെങ്കിൽ ഈ സംഭവം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ വിജിൻ സൂചിപ്പിച്ചു. എന്തായാലും പോലീസ് അന്വേഷണം ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. പക്ഷേ അന്വേഷണം വളരെ ഊർജിതമായി തന്നെ ഇന്നലെ മുതൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ ഷിനിയുടെ മൊഴി വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. പക്ഷേ മൊഴിയിൽ നിന്ന് ഈ പ്രതിയിലേക്ക് എത്താൻ തക്കവണ്ണമുള്ള പ്രധാനപ്പെട്ട ലീഡുകളൊന്നും ഇപ്പോൾ നിലവിൽ പോലീസിന് ലഭിച്ചിട്ടില്ല. എന്തായാലും അന്വേഷണം മുന്നോട്ട് പോകട്ടെ. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആ ഒരു ഘട്ടത്തിൽ നമ്മൾ തിരികെ എത്തും. സമഗ്ര വിവരങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്നും വിജിൻ വായാന്തോട് നൽകിയത്.